അൽഫാമായി കൊടുക്കണം. ഇയാള് പറപ്പിക്കണ കോഴിയൊക്കെ മുന്നൂറ് അൽഫാമ. അൽഫാമെന്ന് പറഞ്ഞെന്താ അറിയോ? അവിടെ പേരില്ലട്ടോ. അത് തിന്നുന്ന ഇത് വേണ്ട. ഇങ്ങനെ നോക്കി ആ ഫോണും ആളുടെ മുഖം ഒരേപോലെ അതിന് അങ്ങനെ ഞാൻ എന്ത് കാര്യം ഇങ്ങനെ ഞാൻ അപ്പക്കൊക്കെ പറയും കേട്ടോ. നോക്കിട്ട് ഇങ്ങടെ മോന്നുണ്ടോ തവളവിടെ മോണ്ട പോലെ. അല്ല അല്ല അതല്ല അങ്ങനെ ആരാ പറയുമെന്ന് പറഞ്ഞു. അപ്പൊ ആരൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഈ പടിഞ്ഞാറ്റ് തറവാട്ടിലേക്ക് ഇല്ലത്തന്നെ രണ്ടായിരിക്കുന്നതൊക്കെ അപ്പൊ എനിക്കടങ്ങിയതോ ആരോ ഇതോട്ടെ. അപ്പൊ പടിഞ്ഞാറ്റ് തറവാട്ടിലേക്ക് മുല്ലത്തറയില് കോരിക്കൂട്ട കയ്യും കൂട്ടി നിന്നേ ഞാൻ ഒരു കൂട്ട നിന്നേ. ഞാൻ പോവാ. നീ നാളെ നമ്മൾ വിൽക്കാൻ മതി. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നാളെ അങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മള് എന്ത് കേസെങ്കിലും കിട്ടും. ആ പോയി എന്നുള്ള എന്തെന്നാ കാണുക പോലെ. നമ്മള് പഠിക്കുന്ന അക്ഷരങ്ങള് ഇതൊക്കെ പഠിക്കില്ല. ഇതാണ് ഒരു മുതിർന്ന വെച്ചാൽ കാണ ഇത് പറയുന്നത് കാണൊക്കെ പഠിച്ചിട്ടോ. അപ്പൊ പടിഞ്ഞാറ്റ് നടന്നിട്ട് നടക്കുന്ന ഒരു ആവശ്യത്തിന് മുത്തപ്പ എത്തിണ്ടോ. അപ്പൊ മുത്തത്തിനൂടെ ചെറിയ കോരുകുട്ടി കർമ്മങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കോരുകുട്ടിയൊക്കെ ഉണ്ടോ. എനിക്ക് പറയുമ്പോ അത് ചെറിയ കോരുകുട്ടിന്ന് തോന്നാ. നിങ്ങളുടെ മാത്രം ഫോൺ ചലിക്കാത്ത അയ്യോ അതിപ്പോ പേരിന്റെ ഒക്കെ എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടോ. അപ്പൊ പടിഞ്ഞാറ്റ് വെള്ളമുണ്ടെങ്കിൽ അപ്പൊ അത് കൊണ്ടുവരാ ചെറിയ കൊണ്ടുവരാ ചത്താത്ത വെള്ളം കൊണ്ടുവരോ. അപ്പം കൊണ്ടുവരോ പ്രാവ് കൊണ്ടുവരോ ജിലേബി കൊണ്ടുവരോ കൊണ്ടുപോടാ. അങ്ങനെയല്ല വന്നു. ഇതിനെ കാണാളർക്ക് കണ്ടോട്ടോ. ഒരു 3 മണി കഴിഞ്ഞാൽ ഇതിന്റെ വിധം മാറും. ഇവിടെ പാട്ടുകാരൊക്കെ ഇന്നത്തെ പാട്ടൊക്കെ വേണം പഠിച്ചോ. ഇത് കുറച്ചെന്നെ തുടങ്ങിറങ്ങും. പിന്നെ ഞങ്ങൾ രണ്ടാളുള്ളോട്ടോ. ആരോട് പറഞ്ഞു എന്റെ ഒരു 5 തന്നെ പോയില്ലോ. 5 ആരോ എടുത്തോണ്ട് അങ്ങനെ അതാ. അപ്പൊ ഈ തറവാട്ടിലേക്ക് ചിലപ്പോ ഓടിക്കുമ്പോഴേ ഇതിന്റെ മാസത്തിന് അപ്പൊ മലമ്പുഴ ഡാമിലേക്ക് പോയവരാണ്. നോക്കിയോട്ടെ എവിടെയാണ് ഈ വഴി ഞങ്ങള് കയറി പോയപ്പോഴാണ് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങള് പ്രേമല് കണ്ട. ഇത് നേരെ പോയി ഡാമിലേക്ക് എത്താം. അടുത്ത സ്കെച്ചാണ് കേട്ടോ. മലമ്പുഴയിലെ സ്കെച്ചാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ നോക്കിക്കോ. നിങ്ങൾ കയ്യെടുത്തിട്ട് കാര്യമില്ല. ഇന്നൊരു ഇടിച്ചാണല്ലോ. അയ്യോ ഇന്നൊരു ഇടി 40 കിലോനാണ്. അതിൽ 38 കിലോന് അതിന് വേണ്ടല്ലോ. ആ 38 മാർക്കണ ഒരാള് വന്നിരിക്കുന്നോട്ടാണ് ഈ ചെറുപ്പം. അത് പറഞ്ഞ അപ്പൊ ഞാൻ നോക്കും കേട്ടോ. ഇനി വേറെ കുറെ നോക്കണ്ടിട്ട് ഇവിടുത്തെ ആള് പറഞ്ഞിട്ട് മുത്തപ്പോ എന്ത് കാര്യം നീ നേരത്തെ നോക്കണം പറഞ്ഞിരിക്കണം. കിട്ടാണ്ടോ. ഓ എന്ത് കാര്യം നീ നേരത്തെ നോക്കണമെന്ന് പറഞ്ഞിരിക്കണം. നിങ്ങളൊക്കെ ബാൽക്കണിയിൽ ഇരിക്കല്ലേ. പണ്ട് സർക്കസിനൊക്കെ പോയി കാണുന്നു. ഇതേപോലെ ഞാൻ സർക്കസിനും പോയായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും അതന്നെ പോയിട്ട് വേറെ ഒന്നുമില്ല. അവർക്ക് അവിടെ നിങ്ങൾ നിൽക്കുമ്പോൾ അലങ്ങനൊക്കെ പോയോ. അത് പ്രത്യേകം
എപ്പോഴും ഭംഗി നോക്കലാണ്. ഇയാള് ഇതൊക്കെ ഒന്നിട്ട് പറയില്ല, ഈ ആശാൻ പോസ്റ്റ്മാനാണ്. അപ്പൊ എല്ലാരും ആ നാട്ടിൽ എല്ലാവർക്കും ഇയാള് നല്ല കാര്യമാണ്. അപ്പൊ ഇയാൾക്ക് ഒരു വീട്ടിലേക്ക് മാത്രം കത്ത് അടിച്ചിട്ട് എന്നും കിട്ടും. എന്നും ആ വീട്ടിക്ക് കത്തിങ്ങനെ വരണം. എന്നും ആ വീട്ടിലേക്ക് കത്ത് വരണം. ആരൊക്കെ വരിക ഇങ്ങനെ വരിക. അപ്പൊ അത് എന്താന്ന് അറിയില്ല. അപ്പൊ ആ കത്ത് കിട്ടുന്നത് സുലോചനയുടെ വീട്ടിലേക്ക് ആളെന്നും ആ കത്ത് കൊണ്ടുനടക്കുന്ന 4:30 ഇല്ലേ? ഒരു 4-4:30. അതെ, 6-6:30 അന്ന് കിട്ടിയ ഇല്ലേ? അന്ന് ഓർമ്മ വെച്ച് നിൽക്കണം കേട്ടോ. എന്ത് പറഞ്ഞാലും അതേന്ന് പറയുള്ളൂ. കല്ല് കിട്ടി, ഇപ്പൊ അതിന്റെ ജോലിയും പോയി. അതപ്പം പറയാൻ വെച്ചപ്പോ ലക്ഷപ്രഭു കേട്ടാള് കോടികളാണോ ഇത് നോക്കിയോ. പിന്നെന്താ കോടി വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഞാൻ വേഗം ആ വെള്ളം സാധനം കഴിച്ചിട്ട് ഇതിലേക്ക് അധികം നോക്കുമ്പോ വെള്ളം അപ്പൊ ഈശ്വരോ ഏത് മലയാള തറക്കിൽ വരും ഇതാണ്. ഇത് കോഴി കൂട്ടാൻ നിന്നാ പെണ്ണുങ്ങളോട് എനിക്ക് ഉണ്ടാകേണ്ടിയില്ല. ഉശിരോടോ ഈശ്വരൻ ഉശിരനാണ്. ആ നിങ്ങൾ വിചാരിച്ചു ഉശരനല്ലോ. അപ്പൊ ഈശ്വരോ ഞാനും താനും പെറുക്കൊന്നിറങ്ങാതെ ഉള്ള ചെവി പുത്രം കോടി ചിറ്റന്നൂര് താളം വിളിക്കും ചെമ്മണ്ണൂര് തെക്കൻ തൃശ്ശൂരിന് പെണ്ണ് ചോദിച്ചു കിട്ടാത്ത മഹാപോക്കിരിയെ. അങ്ങനെ പറയുമ്പോ എന്ത് സുഖല്ലേ. മഹാപോക്കിരിയെ എന്തെന്ന് വെച്ചാ ചോറ് പിന്നെ ചാറ് ചോറ്റുമ്പുറത്ത് ചാറ് വള്ളിക്കാറുണ്ട് പോത്തങ്കരി മാമ ഇരിക്കുമെന്ന് അറിഞ്ഞൂടല്ലോ. ഈശ്വര എന്നോട് വേറെ പറഞ്ഞിട്ടുണ്ട്. മുത്തക്കമ്മള് വന്നാൽ മതി, ചുരുക്കാൻ ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ചെക്കനാണ് ഏർപ്പെടുത്തിയത്. ആ പറമ്പ് തുറവോടെ നാം കുട്ടി കളറുന്നത് ഇല്ലങ്ങോട്ടും മുത്തപ്പ പേര് കയറിയിട്ടോ പിന്നെ മുത്തപ്പ അല്ലാതെ സത്യുണ്ടാക്കി നിൽക്കണേ. ഈശ്വര മിണ്ടി വരോ കുണ്ടി ഞാൻ കെട്ടിക്കൊച്ചു. നാരങ്ങാപ്പാല് എന്ന് പറഞ്ഞു പോളെ പറ്റി ചതിച്ചില്ലേ? അവിടെ പോയില്ലേ? ആ പോയില്ലേ? പിന്നെ എന്റെ വെള്ളം വാക്കിട്ടോ കുന്നത്തെ കുടിച്ചോട്ടോ തള്ളു പിള്ളേരെ സത്യം തിരുമനസ്സിലാക്കിയിരിക്കണേ. അതിനെ വർക്കിപ്പോ കുഴപ്പമില്ല. ആ വർഷം ആ വീടിന് പറ്റെടുത്തോളൂ കേട്ടോ. അപ്പൊ ഈശ്വര ഇടം കൂടാൻ തങ്കുളം തോറ്റ മണത്തെ മണിച്ചോട്ടോ കുന്നത്തെ കുടിച്ചോട്ടോ തള്ളു പിള്ളേരെ അങ്ങനൊക്കെ പറഞ്ഞല്ലോ. എന്നാലും അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ഈശ്വര കുട്ടാട്ട് പെറുക്കലെ കുട്ടെടുത്ത് കുമ്പിട്ടേർന്ന് വിറ്റടിക്കണമെന്നപ്പോ മിണ്ടാതെ ചെന്നിട്ട് കുണ്ടിമ തോണ്ടിട്ട് അല്ലാണോ എന്റെ മൂർത്തികളോട് നിങ്ങളൊന്നും കുമ്പിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അല്ല അതിന് കുമ്പിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ കുട്ടാട്ട് പെറുക്കലെ കുട്ടെടുത്ത് കുമ്പിട്ടേർന്ന് വിറ്റടിക്കണമെന്നപ്പോ മിണ്ടാതെ ചെന്നിട്ട് കുണ്ടിമ തോണ്ടിട്ട് കണ്ടുന്ന കുണ്ടന്മാരെ തല്ലി കിട്ടാണ്ടിരിക്കും. ഞാൻ കുണ്ടത്തോടങ്ങനെ ഓടിയിട്ട് കുണ്ടുള്ള കിണറ്റിൽ വീണിട്ട് കുണ്ടി കൂടെ കുത്തി കയറിയിട്ട് അണ്ണാക്ക് തടഞ്ഞിട്ട് പിണ്ണാക്ക് കുറച്ച് ചാടി ചട്ടുമുട്ടോ സത്തുണ്ടാക്കി നിൽക്കണേ. ഇതൊക്കെ എന്റെ മൂർത്തികളാണ്. ഇപ്പൊ ഞാൻ എന്ത് കാര്യത്തിന് വേണമെങ്കിൽ ഈ മൂർത്തിനെ വിളിക്കുമ്പോ എന്താ എനിക്ക് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പാടത്ത് ഞാന് ഈ പൂർത്തക്കണ്ണി കാണാൻ പോകും. അപ്പൊ ഇങ്ങനെയല്ല നിൽക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഈ പെണ്ണെടുത്തിന് വിളിച്ചു.
കുമ്പിട്ട് കിടക്കണ ആ അങ്ങനെ ഒന്നും അറിയാത്ത പോലെ എത്ര സൗണ്ട് തോന്നിയിട്ടാ വന്നിട്ടുണ്ടെന്നറിയോ. പിന്നെ അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൗസിന്റെ എന്താണ് അങ്ങനെയാണ് പോസ്റ്റ്മാന്റെ ജോലി പോയതിന്റെ ആ എല്ലാരും എത്തനെ പ്രശ്നമില്ല അങ്ങനെ ഈശ്വര ഈശ്വര അപ്പൊ ആ പറമ്പതറോടെ നോക്കളി ഈ കുട്ടി കുടുംബത്തെ പാതേര് തമ്മില് കയറിയില്ല മുണങ്ങല്ല പിന്നെ നല്ല മുണങ്ങ അപ്പൊ ഉണ്ടാക്കാലോ ഇത് മുണങ്ങാനും പറ്റില്ലല്ലോ. അതാ പറഞ്ഞ ഈശ്വര ഈശ്വര കരിമ്പാറ പുറത്തിങ്ങനെ കമന്നടിച്ചെടുക്കണം എന്താണ് ശരി പാഞ്ഞോണി മറ്റാറ് നക്കിക്കോ ആ നക്കിക്കോ മണഞ്ഞിക്കോ അപ്പൊന്ന് കടിച്ചറാ അതൊന്ന് കുടിച്ചറാ റത്തിണ്ടാക്കി നിൽക്കണേ റൊട്ടിണ്ടാക്കി നിൽക്കണല്ല റത്തിണ്ടാക്കി നിൽക്കണേന്ന് അപ്പൊ അത് മുണ്ടൂലേ അമ്മ ഇങ്ങനെ ജാതിയാണല്ലേ ഞാൻ വിചാരിച്ച ആ കല്ലിന്റെ താഴത്ത് വെച്ചിട്ടുള്ള സാധനം ഏത് അമ്പലം നടക്കുന്നുണ്ടല്ലോ ഒരു ദ്വാരപാലകര് അങ്ങനെ നല്ല സാധനം വിചാരിച്ചില്ല ആ അങ്ങനെ വല്ലതാന്ന് വിചാരിച്ച അത് മുന്നേ അങ്ങനെ അപ്പൊ ഈശ്വര ഈശ്വര ഈ നല്ല തറവാട്ടില് ആദ്യം പിടിച്ച മൂലം ചാടി പ്രപഞ്ച മുത്തപ്പന്മാരവര് തച്ചുണ്ടാക്കി നിൽക്കണേ ഇപ്പൊ ഒരു വേലായതുണ്ട് ആടെ എപ്പം നോക്കണ ഈ ചോണം കുറിച്ചിട്ട് നടക്കുള്ളൂ. അത് ഈ ഇത് ചാടി കാരണം പെട്ടെന്ന് അറിയാൻ പറ്റിട്ട് ഇത് ചോരാണ് പെട്ടെന്ന് പോയി അത് പെട്ടെന്ന് അറിയാൻ പറ്റിട്ട് അവിടെ എപ്പോഴും ഈ ചോണം കുറിച്ചിട്ട് നടക്കുള്ളൂ. ഇതിന്റെ സദ്യ നമ്മള് ഞാൻ തിന്ന പറയുന്നല്ല നമ്മള് പുറത്തോട്ട് സൂപ്രമാണം കൊണ്ടുണ്ട് ആരോ അടിയിലിടുക എല്ലാവർക്കും ഇടാണെങ്കിൽ മുത്തപ്പൻ്റെ ഒരു തറക്കിലിട്ടോടെ ഞാൻ മുന്നിലേക്ക് മാത്രം ഇടില്ല ഇതൊക്കെ എന്റെ മണി കാണണ്ടേ അതെ ഇതൊക്കെ അത് മാത്രം ഞാനില്ല ഇതൊക്കെ എപ്പോ നോക്കലും ബാക്കുന്ന ആൾക്കാർ ഇങ്ങനെ കാണുക അപ്പൊ അവിടെ നന്നായിട്ട് ഇതൊക്കെ നമ്മള് പെട്ടെന്ന് വന്നിട്ട് മുന്നിൽ ഒന്നും ആയി പെട്ടെന്ന് കുറെ നേരം വർത്താനം പറയില്ലല്ലോ. അപ്പൊ ഞാൻ മുന്നിലത്തെ വ്യക്തി പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ എന്താണ് പറഞ്ഞ ഓണ ആ ഇനി അച്ചാറിൻ്റെ മുന്നിൽ കാണുമ്പോ അതിന്റെ തെറ്റ് വരെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒക്കെ വന്നില്ല. അപ്പൊ ഞാൻ ഒന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ആ പെണ്ണെടുത്ത് മൂടിയൊന്ന് നേരെ വളർത്തുന്ന വരാതെ തെറ്റി പറഞ്ഞ് തകിട് പൊടിയാവും. അങ്ങനെ കേട്ടോ ഞാൻ അങ്ങനെ തൊള്ള തോന്നിട്ട് പോണൊരാളല്ല. അങ്ങനെ ടീച്ചറാ അന്റെ മൂക്കിങ്ങനെ തളകൊണ്ട് കിടക്ക എന്നാലും കുഴപ്പമില്ല മൂക്കില് തേവി അങ്ങനെയല്ല കേട്ടോ. അപ്പൊ ഈശ്വര ഈശ്വര ഈ മനോഹരമായിട്ടുള്ള അതിമൂലമായി കുടിവെച്ചിരിക്കുന്ന പെണ്ണു മുത്തപ്പന്മാര് തച്ചുണ്ടാക്കിയിരിക്കണേ ഇതൊന്ന് തട്ടിക്കൊണ്ടിട്ടോ ഒരു കുടമ ഇഞ്ചി ഒട്ടമുത്താഞ്ചി ഒട്ടമുത്തമ്മേ പഠിക്കപ്പറമ്പിന് മുത്ത പഠിക്കപ്പറമ്പിന് മുത്തമ്മേ എന്റെ ഒരു ഗുരുപ്പ് അങ്ങനെ ചെല്ലി തന്ന ഏഴാം മുന്നണി ഞാൻ എടുത്തു പോയാളും നേരത്ത് വാറ്റി തെറ്റുള്ളതാണല്ലോ ഇപ്പോഴും 10 വാറ്റില്. അപ്പൊ നിങ്ങളെ എന്നാടാ നമ്മളെ അപ്പൊ ഈശ്വര ഈശ്വര ഇഞ്ചി ഒട്ടമുത്താഞ്ചി ഒട്ടമുത്തമ്മേ പഠിക്കപ്പറമ്പിന് മുത്ത പഠിക്കപ്പറമ്പിന് മുത്തമ്മേ എന്റെ ഒരു ഗുരുപ്പ് അങ്ങനെ ചെല്ലി തന്ന ഏഴാം മുന്നണി ഞാൻ എടുത്തു പോയാളും നേരത്ത് മുമ്പ് പറഞ്ഞത് പിന്നെ പറയാതെ പിന്നെ പറഞ്ഞത് മുമ്പ് പറയാതെ മുമ്പ് പിന്നും കളിപ്പിക്കാതെ നാട് വഴി വെള്ളം പോലെ കോല് വഴി കുറിപ്പിന് പോലെ വയ്യാത്ത പാല് പോലെ ഇരുമാത്ത മൂത്തും പോലെ തേങ്ങ ഒറ്റ തെളി പോലെ ഇതൊക്കെ നിൽക്കണോണ്ട് ഞാൻ നിങ്ങളെ പറയുന്നത് തോന്നില്ല മാറിപ്പോന്നു തേങ്ങ ഒറ്റ തെളി പോലെ ഇന്നക്കല നാളക്കല പോലെ നൂറ്റാണ്ടിക്ക് മന്ത്രാണി കോർത്തും
അങ്ങനല്ലേ അതല്ലേ സത്യം വെച്ചിരിക്കണേ. അപ്പൊ മുത്തമ്മന്റെ കോഴി കുട്ടിന്ന് നിർത്തിയിട്ടാ നിർത്താന്ന് പറഞ്ഞാൽ നേരത്തേണ്ടല്ല വേണ്ടച്ചിട്ടാണ്. ഞാനിവിടെ ഇറങ്ങി പുറപ്പെട്ടാണല്ലോ. ഞാൻ ഇറങ്ങി പുറപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ആകെ എത്ര ഡ്രസ് നീ ജീൻസ് വേറെ ഇരിക്കുന്നുണ്ട്, ഷൂ വേറെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഉള്ളി വെള്ളം കുടിക്കരുത്, കുടിക്കുമ്പോ അപ്പടി കുടിക്കണ. അപ്പൊ ഈശ്വര അപ്പൊ മുത്തപ്പന്റെ കോഴി കുട്ടി കൂടെ വരെ ചെയ്തിരുന്നു. അപ്പൊ മുത്തപ്പന്റെ കോഴി കുട്ടി അവസാനിപ്പിച്ചു. അപ്പൊ സന്തോഷായില്ലേ? അങ്ങനെയല്ല വേണ്ടത്. മറ്റേ ചമ്മാടുള്ള യാഹു യാഹൂന്നാ എന്താ പറഞ്ഞില്ലേ? എന്നാലും അപ്പൊ ഞാനൊന്ന് നോക്കണ്ട കേട്ടോ. എന്ത് കാര്യങ്ങളും ഇതാ പോയി ഇതാ വെച്ചിട്ട് വരണോ. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ നിന്നൊരു കയ്യിലിട്ട് ആ കുട്ടികൾ നെഞ്ചിട്ടടിച്ചിട്ട് എന്നാ നോക്കാം ഒന്നോടെ ഒരു അടി പോയിട്ടോ. അങ്ങനെ അതാ പറഞ്ഞ ആദിമലവാരം എല്ലാവരും നോക്കിയത് ഈ അടി വേണ്ടിട്ടോ. താനാന താനാന താനിന്ന താനാന 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 താനിനാന ആദിമല